ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കോമഡി എന്ന് പറയുന്നത് അക്ബർ സീത ദമ്പതിമാർക്ക് ആ പേര് നൽകിയ സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ആരാണ് ഈ ദമ്പതിമാരെന്ന് അറിയാമോ? ബംഗാൾ മൃഗശാലയിലെ രണ്ട് സിംഹങ്ങളാണ് അക്ബറും സീതയും. ദമ്പതിമാരെന്ന് പറയാൻ കാര്യം ദമ്പതിമാരായിട്ടൊന്നുമല്ല, അവരെ ഒരു കൂട്ടിൽ അടയ്ക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് കലിക്കട്ട കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ സിംഹങ്ങളെ ബംഗാളിന് കൈമാറിയത് ത്രിപുര ഗവൺമെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സിംഹങ്ങൾക്ക് ഈ പേര് നൽകിയത് ത്രിപുരയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. പാവം മനുഷ്യൻ ഇത് ഗുരുവാനാകുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവുകയില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി താൻ സ്നേഹിച്ച ആ മൃഗങ്ങൾക്ക് താൻ ഇഷ്ടപ്പെടുന്ന രണ്ടു പേരുടെ പേര് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മൃഗങ്ങൾക്ക് ദൈവത്തിന്റെയോ രാജാവിന്റെയോ ഒന്നും പേര് നൽകരുത് എന്നുള്ളതും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിലോ ഇന്ത്യൻ പീനൽ കോഡിലോ ഉള്ളതും പറഞ്ഞിട്ടില്ല. ആ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് മതവികാരവുമായി ബന്ധപ്പെടുത്തി വ്രണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ബാലിശമെന്നല്ലാതെ എന്ത് പറയാനാണ്? അല്ല, കോമഡിയൻ തന്നെ വിളിക്കേണ്ടി വരും. ഒരു പേരിൽ എന്തിരിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യനെ സംഗീതമായി ചിന്തിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതും വിശ്വ ഹിന്ദു പരിഷത്ത് പോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു ബൃഹത് സംഘടനയുടെ പ്രവർത്തകരോ നേതാക്കന്മാരോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 ബാലിശമാണ്. ഈ പേര് എന്ന് പറയുന്നത് കല്ലിക്കുത്തിവെച്ചൊന്നും അല്ലല്ലോ, അത് മാറ്റിയാൽ പോരെ. മനുഷ്യന്റെ പേര് മാറ്റാൻ പിന്നെയാണോ മൃഗങ്ങളുടെ പേര്? കടലിലെ മീന് മുക്കുവിടുന്ന പേര് എന്ന് പറയുന്ന പോലെ മൃഗത്തിനൊക്കെ പേരിടുന്നു. അത് മാറ്റേണ്ട കാര്യം പോലും ഇല്ല. ഇനി മാറ്റണമെങ്കിൽ തന്നെ അത് ബംഗാളി വരുമ്പോൾ ബംഗാളികൾക്ക് ഇഷ്ടമുള്ള പേരും കിട്ടാൽ മതി. ഞങ്ങൾ അതിന് പേര് മാറ്റുന്നു, സീതയുടെ പേര് മറ്റൊന്നാക്കുന്നു, അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ. ആ പാവം സർക്കാർ ഉദ്യോഗസ്ഥനെ കുറ്റവാളിയെ ചിത്രീകരിച്ച് സസ്പെൻഡ് ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ? ഈ നാട് എങ്ങോട്ട് പോകുന്നു? അതാണ് എൻ്റെ ആശങ്ക. നാട്ടിലും മതവും മതവികാരവും കണ്ടെത്താൻ ശ്രമിക്കുക, ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് ഈ നാടിൻ്റെ മറ്റൊരു മുഖമാണ്. ദൗർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? കേഴുക ഭാരതമേ.